ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഒരു പേഴ്സൺ വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ ഈ പേഴ്സണെ മീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്ര തോന്നില്ല, ഫീൽ ആവില്ല. എന്താ വെച്ചാൽ ഇതൊരു നോർമൽ ഒരു കോയിൻസിഡൻസ് ആയി തോന്നും. പക്ഷെ ഇത് ഒരു കോയിൻസിഡൻസ് അല്ല. നിങ്ങൾ ഈ പേഴ്സണെ മീറ്റ് ചെയ്യാൻ പോണത് ഇതൊരു ഡെസ്റ്റിൻഡ് മീറ്റിംഗ് ആണ്. അപ്പോ ഈ പേഴ്സൺ ആരാണെന്ന് നമ്മൾക്ക് നോക്കാം. ഓക്കെ, നിങ്ങളുടെ ഈ പേഴ്സൺ വരാൻ പോണ പേഴ്സൺ ഞാൻ കാണുന്നത് ഇവരുടെ നേച്ചർ എങ്ങനെയാ വെച്ചാൽ ഇവരൊരു പ്ലാനിങ് ചെയ്യണ ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. എന്ന് വെച്ചാൽ അവര് എല്ലാം കാര്യങ്ങള് നല്ല പോലെ ആലോചിച്ചിട്ടാണ് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുക. അവരങ്ങനെ ഒരു കാഷ്വൽ ആയിട്ട് അല്ല കാര്യങ്ങൾ എടുക്കുന്നത്. അവർ ഇൻഫാക്ട് ലോങ് ടേം റിലേഷൻഷിപ്പിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യണത്. ഈ പേഴ്സൺ ഒരു ഫ്രീ മാതിരി ഒരു പേഴ്സൺ ആണ്. എന്ന് വെച്ചാൽ അത്ര ഒരു ബാഗേജ് ഒന്നുമില്ല. പാസ്റ്റിന്റെ ഇഷ്യൂസ് ഉണ്ടായാലും അവരത് ഈ സമയത്ത് അത് ക്യാരി ഫോർവേഡ് ചെയ്യണില്ല. അവരുടെ ലൈഫിൽ അവർ കുറച്ചുകൂടിയും ഒരു മെന്റലി ഫ്രീ ആണ്. ഫിസിക്കലി അവർക്ക് അവർ ഒരു എക്സ്പീരിയൻസ് വരുമ്പോൾ അവർ അതിനെ ആക്സെപ്റ്റ് ചെയ്യും, അവർ റിസീവ് ചെയ്യും. അങ്ങനെ ഒരു ഷൈ ടൈപ്പ് ഓഫ് പേഴ്സൺ അല്ല. ഇൻഫാക്ട് അവർക്ക് അവരുടെ ബിലീഫ്സിന് വേണ്ടിയിട്ട് നിൽക്കാൻ അറിയാം. അവർക്ക് അവരുടെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാൻ അറിയാം. എന്തെങ്കിലും ചാലഞ്ചസ് ഉണ്ടായാലും ലൈഫിൽ റിലേഷൻഷിപ്പിൽ അവർ ഗിവ് അപ്പ് ചെയ്യാത്ത ഒരു പേഴ്സൺ ആണ്. പറഞ്ഞാൽ അവർ അങ്ങനെ ഉടനെ ഗിവ് അപ്പ് ചെയ്യില്ല. ആ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാൻ അറിയും. അപ്പോ ഒരു കുറെ ഒരു കേപ്പബിൾ പേഴ്സൺ ആണ് ഇവര്. ഞാൻ കാണുന്നത് ഇവരുടെ എന്തോ ഒരു ട്രാവലിന്റെ കണക്ഷൻ ഉണ്ട്. അവർക്ക് ട്രാവൽ ഇഷ്ടപ്പെടുന്ന പേഴ്സൺ ആവാം. അതല്ല വെച്ചാൽ അവർ എവിടെയോ ദൂരത്തിന് ട്രാവൽ ചെയ്യണ മാതിരി ഒരു എനർജി ഉണ്ട്. അതല്ല വെച്ചാൽ അവരുടെ ജോലി ഒരു ട്രാവൽ റിലേറ്റഡ് ആയിരിക്കാം. ചിലപ്പോൾ അവർ ട്രാവൽ ഇൻഫ്ലുവൻസറും ആവാം. ഓക്കെ, ഇപ്പോൾ ജെൻസി ടേംസിൽ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ അവർ ട്രാവൽ ഇഷ്ടപ്പെടുന്ന പേഴ്സൺ ആവാം. ട്രാവൽ പ്രൊഫഷൻ ആയിരിക്കാം. എന്തായാലും നിങ്ങൾ ഈ പേഴ്സണെ ഉടനെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതൊരു മാസം ഇല്ലച്ചാ ഒരു 2 മാസത്തിന്റെ എനർജി നമ്മൾക്ക് എടുക്കാം. ഞാൻ കാണുന്നത് ഇവരെ മീറ്റ് ചെയ്യണത് ഞാൻ പറഞ്ഞ പോലെ ഒരു അൺഎക്സ്പെക്റ്റഡ് തരത്തിലാണ്. കുറെ റാൻഡമായി തോന്നും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ എവിടെയോ പോയി, ഒരു ഫ്രണ്ട് നിങ്ങളെ ഈ പേഴ്സണിന്റെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഇല്ലച്ച നിങ്ങളെ എവിടെയോ ട്രാവൽ ചെയ്യുമ്പോൾ ഈ ഒരു പേഴ്സണെ മീറ്റ് ചെയ്തു. അങ്ങനെ കുറെ ഒരു റാൻഡം ആയിട്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുക. അത് ഈ മീറ്റിംഗ് കുറെ ഒരു പ്ലാൻ ചെയ്യാത്ത മാതിരി, കോയിൻസിഡൻസ് മാതിരി ഫീൽ ചെയ്യും. പക്ഷെ ഈ പേഴ്സന്റെ എനർജിയിൽ കുറെ ഒരു ഫ്ലേർട്ടിങ് എനർജി ഉണ്ട്. കുറെ റൊമാൻറ്റിക് പേഴ്സൺ ആണ്. അപ്പൊ അവര് കാര്യങ്ങൾ തുറന്നു പറയണ ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. അങ്ങനെ ഒന്നും ഒരു ഷൈ പേഴ്സൺ അല്ല. ഓക്കെ, അപ്പൊ അവര് നിങ്ങളെ മീറ്റ് ചെയ്യുമ്പോൾ തന്നെ കുറച്ചൊക്കെ ഇങ്ങനെ ഒരു ഫ്ലേർട്ടിങ് എനർജി ഉണ്ടാവും. ഇവരുടെ ഇന്റൻഷൻ കുറെ സ്ട്രേറ്റ് ഫോർവേഡ് ഇന്റൻഷൻ ആണ് ഇവരുടെ. ഞാൻ പറഞ്ഞ പോലെ അവര് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണ് നോക്കണത്. അവര് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഓപ്പൺ ആണ്, മെന്റലി ഫിസിക്കലി. എന്താ വെച്ചാൽ ചിലവര് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒട്ടും ഓപ്പൺ അല്ലാത്ത ആൾക്കാരും ഉണ്ട്. പക്ഷെ ഈ പേഴ്സൺ അങ്ങനെയല്ല. അവർ റെഡിയാണ് മെന്റലി ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കാൻ അവർ റെഡിയാണ്. അതിന്റെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് അവർ റെഡിയാണ്. ഈ പേഴ്സന്റെ പാസ്റ്റില് ചില ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ ചില റിലേഷൻഷിപ്സ് ഉണ്ടായിട്ടുണ്ടാവും, അത് വർക്ക് ചെയ്തില്ല. പക്ഷെ അവര് ഉടനെ വേറൊരു റിലേഷൻഷിപ്പിൽ ജമ്പ് ചെയ്തില്ല. അപ്പൊ കുറെ ഒരു മെച്യൂർ പേഴ്സൺ ആണ്, സ്പിരിച്വൽ പേഴ്സൺ ആണ്. അവര് പ്രോപ്പർലി ഹീൽ ചെയ്തിട്ട് കുറച്ച് സമയം എടുത്തിട്ട് ഇപ്പോൾ അവർ ഫൈനലി ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് റെഡി ആയ പോലെയാണ് ഞാൻ കാണുന്നത് അവരുടെ എനർജി. അപ്പോൾ കുറെ ഒരു ബോൾഡ് സ്റ്റെപ്പ് എടുക്കാൻ അവർ തയ്യാറാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള പേഴ്സൺ ആണ്. നിങ്ങൾക്ക് അറിയാത്ത കാര്യം, ഈ പേഴ്സണെ നിങ്ങൾ മീറ്റ് ചെയ്യുമ്പോൾ ഇവർ കുറെ ഓപ്പൺ ആയിരിക്കും. അവരുടെ പേഴ്സണാലിറ്റിയും അങ്ങനെയാണ്. ഒന്നും മറച്ചു വെക്കാത്ത ഒരു പേഴ്സൺ അല്ല. എല്ലാം കാര്യങ്ങൾ തുറന്ന് പറയുന്ന ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. ആൻഡ് പറയണതും കുറെ ക്ലാരിറ്റി ഉണ്ട്. അങ്ങനെ ഒരു കൺഫ്യൂഷൻ ആയിട്ട് തോന്നില്ല നിങ്ങൾക്ക്. ഞാൻ കാണുന്നത് അവര് കുറെ ഒരു ഹാപ്പി ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. പൊതുവെ ജനറലി അവരിങ്ങനെ കുറെ ഒരു സ്മാർട്ട്, ഹാപ്പി അങ്ങനത്തെ ഒരു പേഴ്സൺ ആണ്. കുറെ ഫ്രണ്ട്സ് ഉള്ള പേഴ്സൺ ആണ്, കുറെ പോപ്പുലർ ആണ്. ഇത് ചിലപ്പോൾ അവരുടെ സോഷ്യൽ ലൈഫിലാവാം,
ഇല്ലച്ച അവരുടെ ജോലിയുടെ കാര്യത്തിൽ അവർ കുറെ നല്ല സക്സസ്ഫുൾ പേഴ്സൺ ആവാം. അതുമല്ലച്ച ഇവര് ഓൺലൈൻ പോപ്പുലർ ആയിരിക്കാം, കുറെ ഫോളോവേഴ്സ് ഉണ്ടാവുന്ന ടൈപ്പ് ഓഫ് പേഴ്സൺ ആവാം. പക്ഷെ കുറെ ഇമോഷണലി മെച്ചോറുമാണ് ഇവര്. ഓക്കെ, ഇതൊക്കെ ഉണ്ടായിട്ടും അവർക്കൊരു ബാലൻസ് ഉണ്ട്, ഈഗോയുടെ പ്രശ്നമൊന്നുമില്ല. കുറെ ഒരു ബാലൻസ്ഡ് മാതിരി ഒരു പേഴ്സൺ ആണ്. അവർക്ക് എംപത്തി ഉണ്ട്. അപ്പോൾ വേറെ ആൾക്കാരുടെ പ്രോബ്ലംസ് കാണുമ്പോൾ അവർക്കും ആ ഒരു ഫീലിംഗ് ഉണ്ട്. അത് പറഞ്ഞ ഇമോഷണലി അവർ കണക്റ്റഡ് ആയ ഒരു പേഴ്സൺ ആണ്. ഓക്കെ, ബാലൻസ്ഡ് ആയ പേഴ്സൺ ആണ്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഈ പേഴ്സണെ മീറ്റ് ചെയ്യാൻ പോണത്? നിങ്ങൾ ഞാൻ പറഞ്ഞ മാതിരി ഒരു റാൻഡം തരത്തിലാണ് മീറ്റ് ചെയ്യുക. അപ്പൊ ആദ്യം നിങ്ങൾ മീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. എന്താ വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ അത്ര ഒരു നിങ്ങൾക്ക് അത് സ്ട്രൈക്ക് ആവില്ല, ഉടനെ ഒരു കണക്ഷൻ ഒന്നും ഫീൽ ചെയ്യില്ല. അപ്പോ ഉടനെ നിങ്ങൾ മീറ്റ് ചെയ്യുമ്പോൾ ഒട്ടും നിങ്ങൾക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല. ഒരു പേഴ്സണെ മീറ്റ് ചെയ്തു, അയാള് വന്നു, ആ പേഴ്സൺ വന്നു, ഞാൻ കണ്ടു, നമ്മൾ മൂവ് ഓൺ ചെയ്തു, അങ്ങനത്തെ ഒരു കാഷ്വൽ എനർജിയാണ് ഞാൻ കാണുന്നത്. പക്ഷെ ഈ പേഴ്സൺ നിങ്ങളുടെ ഡെസ്റ്റിനിയിലാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യം ഈ പേഴ്സണെ അത്ര കാര്യമാക്കില്ല, എന്നാലും അവര് നിങ്ങളുടെ ഫ്യൂച്ചറിൽ കാണാണ്ട്. ഓക്കെ, അപ്പോ നിങ്ങൾ ആ സമയത്ത് പിരിഞ്ഞാലും ആദ്യം എങ്ങനെയൊക്കെയോ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടും. ആദ്യം നിങ്ങൾ മീറ്റ് ചെയ്യും. ആൻഡ് അങ്ങനെയാണ് മെല്ലെയാണ് ഈ ബോണ്ട് ഡെവലപ്പ് ആവാൻ പോണത്. നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് മീറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഞാൻ കാണുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിട്ടാണ് സ്ലോലി ഈ റിലേഷൻഷിപ്പ് പ്രോഗ്രസ് ചെയ്യാൻ പോണത്. അപ്പോഴാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇവിടെ എന്തോ ഒരു സോൾ കണക്ഷൻ ഉണ്ട് എന്ന്. എന്താ വെച്ചാൽ ഈ പേഴ്സണെ കൂടുതൽ എത്രയും നിങ്ങൾ അറിയാൻ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യണോ ഒരുമിച്ച്, അങ്ങനെയാണ് ഒരു ബോണ്ട് കൂടുതൽ ഇങ്ങനെ സ്ട്രോങ് ആവുന്നത്. ആൻഡ് ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും ഈ പേഴ്സന്റെ കൂടെ കുറെ ഒരു സോൾ കണക്ഷൻ മാതിരി ഫീൽ ചെയ്യും. അത്രയും പാഷൻ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ആൻഡ് ഈ ഞാൻ പറഞ്ഞ മാതിരി റിലേഷൻഷിപ്പ് ഒരു കാഷ്വൽ റിലേഷൻഷിപ്പ് അല്ല, ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണ്, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പം മീറ്റ് ചെയ്തത്. ആൻഡ് ഈ റിലേഷൻഷിപ്പിൽ ഞാൻ കുറെ ലവ് കാണുന്നുണ്ട്. അപ്പൊ ഇത് മെല്ലെ പ്രോഗ്രസ് ചെയ്യണ ടൈപ്പ് ഓഫ് ലവ് ആണ്. ഒരു ഒരു വേഗം ഓവർകം ചെയ്യാൻ പറ്റണ ലവ് അല്ല. ഇതൊരു സീരിയസ് റിലേഷൻഷിപ്പിന്റെ മാതിരി ഒരു ലവ് ആണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്വൈസ് ഇവിടെ യൂണിവേഴ്സ് തരണത് എന്താ വെച്ചാൽ നിങ്ങൾ മെന്റലി പുതിയ എക്സ്പീരിയൻസസിന് വേണ്ടിയിട്ട് ഓപ്പൺ ആവുക. എന്താ വെച്ചാൽ ആദ്യം നമ്മൾ ഉടനെ ഒരു ബ്ലോക്ക് വെച്ചാൽ ഏതെങ്കിലും ഒരു പുതിയ പേഴ്സണെ മീറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ ഉണ്ടാവും അതിങ്ങനെ ഒരു ബ്ലോക്ക് വരും. അങ്ങനെ നമ്മൾ ആ അപ്രോച്ചിൽ പോയാൽ ചിലപ്പോൾ ഇത് ഡിലേ ആവും. ഓക്കെ, ഇത് മിസ്സാവില്ല, പക്ഷെ ഡിലേ ആവും. വെറുതെ നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോണ പേഴ്സന്റെ കൂടെ നിങ്ങളുടെ ഫ്യൂച്ചറും ഡിലേ ആവും. അപ്പോൾ കുറച്ചൊരു ഓപ്പൺ മൈൻഡഡ് ആവുക. ഓപ്പൺ മൈൻഡഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കൂടെ സമയം സ്പെൻഡ് ചെയ്യണം എന്നല്ല ഞാൻ പറയണേ. ബട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യലായി ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിനെ ഒരു ചാൻസ് കൊടുത്ത് നോക്കുക. അറ്റ് ദ സെയിം ടൈം യൂണിവേഴ്സ് പറയണ പ്രാക്ടിക്കലും ആവണം. എന്താ വെച്ചാൽ എല്ലാവരും നിങ്ങളുടെ ഡെസ്റ്റിനിയിലില്ല. നിങ്ങൾ 10 ആൾക്കാരെ മീറ്റ് ചെയ്താൽ എല്ലാവരും നിങ്ങളുടെ സോൾമേറ്റ് ആവില്ല. അപ്പോൾ കുറച്ചൊരു ജഡ്ജ് ചെയ്യാനുള്ള ഒരു പ്രാക്ടിക്കൽ എനർജി ഉണ്ടാവണം. ആരാണ് നിങ്ങളുടെ ശരിയായി സോൾമേറ്റിന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത്ര ഒരു പ്രാക്ടിക്കൽ തിങ്കിങ് ഉണ്ടാവണം. പിന്നെ ഫാമിലിയുടെ എനർജി ഇവിടെ കുറെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ മേ ബി നിങ്ങളുടെ ഫാമിലിയുടെ ഹെൽപ്പ് കൊണ്ട്, അതല്ല വെച്ചാൽ ഫ്രണ്ട്സിന്റെ ഹെൽപ്പ് എടുത്താൽ ഈ സിറ്റുവേഷനിൽ കുറച്ചുകൂടി ഒരു ഈസി ആവും. നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും. ആൻഡ് അവരുടെ സപ്പോർട്ട് ഞാനിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ എന്തായാലും ഒരു സപ്പോർട്ട് ഉണ്ടാവും നിങ്ങൾക്ക്. അപ്പോൾ അതാണ് ഞാൻ കാണുന്നത് നിങ്ങളുടെ ഈ പുതിയ പേഴ്സന്റെ കൂടെ ഒരു ഫ്യൂച്ചർ ഉള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെയും മെസ്സേജ് വന്നിരിക്കുകയാണ്, ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ ആസ് യു റിവീൽ യുവർ ഇന്നർമോസ്റ്റ് സെൽഫ് ടു ഈച്ച് അതർ യുവർ ബോണ്ട് ഡീപ്പൻസ്. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി ഇതൊരു ഉടനെ ഒരു ലവ് റിലേഷൻഷിപ്പിൽ കൺവേർട്ട് ആവില്ല. ഇത് മെല്ലെയാണ് പ്രോഗ്രസ് ചെയ്യാൻ പോണത്. പക്ഷെ അതിൽ നല്ലത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് അത്രയും സമയം കിട്ടും നിങ്ങളുടെ ഫീലിങ്സ് അറിയാൻ വേണ്ടിയിട്ട്, അവരുടെ ഫീലിങ്സ് അറിയാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇതൊരു കാഷ്വൽ പേഴ്സൺ ആണോ സീരിയസ് പേഴ്സൺ ആണോ അറിയാൻ വേണ്ടിയിട്ട് ഇതൊരു നല്ല ഒരു ജഡ്ജ്മെന്റ് ആണ്. എന്താ വെച്ചാൽ ഒരു കാഷ്വൽ പേഴ്സൺ ആണെന്ന് വെച്ചാൽ വേഗം അവരുടെ ഇൻട്രസ്റ്റ് പോവും, നിങ്ങളുടെ ഇൻട്രസ്റ്റും പോവും. ഇതൊരു ക്രഷോ ഇൻഫാച്വേഷൻ ആണ് വെച്ചാൽ അത് കൂടുതൽ സമയം വരെ ഉണ്ടാവില്ല. പക്ഷെ എത്രയും നിങ്ങൾ ടൈം എടുക്കണു
അത്രയും നിങ്ങൾക്കും ഒരു ഉറപ്പുണ്ടാവും അതൊക്കെ എൻ്റെ ഫീലിങ്സ് റിയൽ ആണെന്ന് നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇവിടെ ഞാൻ സയൻസ് കാണുന്നത് ജെമിനൈ ഉണ്ട്, കുറെ ലിയോ എനർജി ഉണ്ട്, പൈസീസ് ക്യാൻസർ സ്കോർപ്പിയോ ഉണ്ട്, അക്വേരിയസ് ലീബ്ര എനർജിയും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറെ ഒരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.